ഇന്ന് നമ്മൾ ലാസറസ് സീരീസിന്റെ ഫൈനൽ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് ജോനാഥന്റെ സൂയിസൈഡ് നോട്ടിൽ നിന്നും കീറിയെടുത്ത പേജുകൾ കത്തിച്ച് കളയുന്ന ആലിസിനെയാണ്. ഇനി ഈ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവങ്ങളാണ് അരങ്ങേറുക, കൊലയാളി ആരായിരിക്കും എന്നൊക്കെ നമ്മൾക്ക് വഴിയെ കണ്ടറിയാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആർലോ ഹോസ്പിറ്റലിൽ അവന്റെ റൂമിലുണ്ടോ എന്ന് നോക്കാൻ ജോയൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രകാരം ചെക്ക് ചെയ്യാൻ പോയ സ്റ്റാഫ്സ് കാണുന്നത് ബുക്ക് വായിച്ചു കൊണ്ട് റൂമിലിരിക്കുന്ന ആർലോയെ ആയിരിക്കും. എന്നിട്ട് സ്റ്റാഫ് ആർലോ അവന്റെ റൂമിലുണ്ടെന്നുള്ള കാര്യം ജോയലിനെ അറിയിക്കും. അത് കേട്ട് ജോയൽ വേഗം പോയി ആർലോയെ അവൻ പൂട്ടിയിട്ട് റൂം തുറന്നു നോക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ആരെയും കാണില്ല. അതുകൂടാതെ ആർലോയുമായിട്ട് ഫൈറ്റ് നടന്ന സമയത്ത് ജോയലിന്റെ കയ്യിൽ പറ്റിയ പരിക്കും അവിടെ കാണില്ല. അപ്പോഴായിരിക്കും ജോയലിന് താൻ കണ്ടതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാവുക. അന്നേരം പാസ്റ്റിൽ ആർലോ ജോനാഥനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ജോയലിന് മനസ്സിലാകും. ശേഷം ജോയൽ ആർലോയെ കാണാൻ അവനുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് ആർലോയോട് പറയും, എന്റെ അച്ഛന്റെ പേഷ്യന്റിൽ ഒരാളായിരുന്നു നീയും. നീ തന്നെയാണ് എന്റെ അച്ഛനെ കൊന്നത്. നിന്നെ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് എന്റെ അച്ഛനെ കാണാൻ നീ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛനെ തല്ലിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അധികം തല്ലാൻ എനിക്ക് അവസരം കിട്ടുന്നതിന് മുമ്പ് പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എന്നെ പിടിച്ചു മാറ്റി. ഞാൻ അയാളെ തല്ലിയത് എന്തിനാണെന്ന് നിനക്കറിയോ? എന്നെ അയാൾ പറ്റിച്ചു. എനിക്ക് സെക്സ് അഡിക്ഷൻ ഉണ്ടെന്നും ഞാൻ ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുമുള്ള കാര്യം ഞാൻ അയാളോട് മാത്രമായിട്ട് ഷെയർ ചെയ്തു. അയാൾ എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? അയാൾ നേരെ പോയിട്ട് പോലീസുകാരോടൊക്കെ ഈ കാര്യം പറഞ്ഞു. അതിനായിരുന്നു ഞാൻ അയാളെ അടിച്ചത്. ബട്ട് അയാളെ കൊന്നത് ഞാനല്ല, നീ തന്നെയല്ലേ ഇമോജനെയും കൊന്നത്? ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് അവരുടെ മരണത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന്. ബട്ട് എന്നെ ആരും വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ് ജോയൽ ആർലോയുടെ ഫയൽ എടുത്തു നോക്കും. അപ്പോൾ ആ ഫയലിൽ ആർലോയുടെ കേസ് അന്വേഷിച്ചത് ആലിസൺ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അത് കണ്ട് ജോയലിന് ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തെളിഞ്ഞു വരും. അതിനുശേഷം ജോയൽ ലോറയെയും കൂട്ടിയിട്ട് ജോനാഥന്റെ ഓഫീസിലേക്ക് പോയിട്ട് രണ്ടാളും കൂടെ ഓഫീസിലെ പഴയ ഫയൽസ് എല്ലാം നോക്കും. അങ്ങനെ നോക്കുന്ന സമയം ഹാരിയുടെ കേസും ആലിസൺ ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതെന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ജോയലിന് അന്നൊരു നാൾ അവൻ ഹാരിയെ പറ്റി സംസാരിക്കുമ്പോൾ ആലിസൺ അതാരാ ഹാരി എന്ന് ചോദിച്ചത് ഓർമ്മ വരും. അതിനോടൊപ്പം ആലിസൺ എല്ലാം അറിഞ്ഞിട്ടും അറിയാതെ പോലെ കള്ളം നടിച്ചതാണെന്ന് ജോയലിന് മനസ്സിലാകും. ശേഷം ജോയൽ സെത്തിനോട് എന്റെ അച്ഛനെ കൊന്നത് ആലിസൺ ആണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ സെത്ത്, നീയല്ലേ കുറച്ച് നാൾ മുമ്പ് വരെ ബില്ലിയാണ് നിന്റെ അച്ഛന്റെ കൊലയ്ക്ക് പിന്നിലെന്ന് പറഞ്ഞത്? ഇപ്പോഴിതാ നീ പറയുന്നു എന്റെ സീനിയർ ഓഫീസറായ ആലിസൺ ആണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന്. ശരിക്കും ഞാൻ ഇതിലേതാ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ജോയൽ പറയും, എല്ലാവരെയും കൊന്നത് ആലിസൺ തന്നെയാണ്. ഓരോ ആളെയും കൊന്നിട്ട് ആലിസൺ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്റെ അച്ഛന്റെ പേഷ്യൻസിന്റെ തലയിൽ കെട്ടിവെച്ചു. പക്ഷെ ജോയൽ പറയുന്നതൊന്നും സെത്ത് വിശ്വസിക്കില്ല. സെത്ത് പറയും, നീ എന്ത് വെഡിത്തരമാ വിളിച്ചു പറയുന്നേ? ആലിസൺ ഒരു നല്ല പോലീസ് ഓഫീസറാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയാണോ പറയേണ്ടത്? എന്നാൽ ജോയൽ, എന്റെ അച്ഛന്റെ പേഷ്യൻസിൽ കുറെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. ബാക്കി കുറച്ചു പേർ തടവിലുമായി. ഇതൊന്നും യാദൃശികമായി നടന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയും. നിന്റെ അച്ഛന്റെ വർക്ക് തന്നെ ഇതുപോലെയുള്ള അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കലാണ്, അല്ലാതെ അങ്ങേരെ ചിൽഡ്രൻസ് പാർക്ക് നടത്തുകയല്ല ചെയ്യുന്നത്. ജോയൽ സെത്തിനെ അവൻ നോക്കിക്കണ്ട് പഠിച്ച ആ ഫയൽ കൊടുത്തിട്ട് പറയും, ദാ ഇത് നീ വായിച്ചു നോക്ക്. ഇതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആലിസൺ ആയിരുന്നു മുമ്പത്തെ പേഷ്യൻസിന്റെ എല്ലാം കേസ് ഹാൻഡിൽ ചെയ്തതെന്ന്. എന്നാൽ സെത്ത് ആ ഫയൽ വായിക്കാൻ തയ്യാറാകില്ല. അപ്പോൾ ജോയൽ, ഞാൻ എന്തായാലും ആലിസനോട് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമെന്ന് പറയും. അന്നേരം സെത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജോയലിനെ തടയാൻ നോക്കും. അപ്പോൾ ജോയൽ, പിന്നെ നീയൊക്കെ എന്ത് കോപ്പിനെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ ആ ഫയൽ ഒന്ന് വായിച്ചു നോക്കിയെന്ന് കുറച്ച് ദേഷ്യത്തിൽ പറയും. അപ്പോൾ സെത്ത് പേടിച്ചുകൊണ്ട് ശരി ശരി ഞാൻ ആ ഫയൽ വായിക്കാമെന്ന് പറയും. അങ്ങനെ സെത്ത് ആ ഫയൽ വായിച്ചതിന് ശേഷം ആലിസനോട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വരാൻ പറയും. സെത്തും ജോയലും പറഞ്ഞ സ്ഥലത്ത് എത്തിയ ആലിസൺ അവരോട് എന്താ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ജോയൽ ആലിസനോട്, നിങ്ങളായിരുന്നു കസാൻഡ്രയുടെ കൊലപാതക കേസ് അന്വേഷിച്ചത്. എന്നിട്ട് നിങ്ങൾ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അത് നീലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ ഇമോജന്റെ മരണത്തിന് ഉത്തരവാദി ആർലോ ആണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഇതിൽ നിന്നൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ പേഷ്യൻസിനെ വെച്ച് നിങ്ങൾ തന്നെ ചെയ്ത കുറ്റങ്ങൾ മറച്ചു വെക്കുകയായിരുന്നു. അന്നേരം സെത്തിനോട് ആലിസൺ, നീ പോയി വെള്ളം വാങ്ങിയിട്ട് വരുമോ എന്ന് പറഞ്ഞ് സെത്തിനെ അവൾ പറഞ്ഞു വിടും. സെത്തിന് പറഞ്ഞു വിട്ടതിന് ശേഷം ആലിസൺ ജോയലിനോട് എന്തോ സംസാരിക്കും. പെട്ടെന്ന് ആലിസൺ ജോയലിനെ പിടിച്ച് തള്ളിയിട്ടിട്ട് സെത്തിനെ സ്റ്റൺ ഗൺ ഉപയോഗിച്ച് ഷോക്ക് അടിപ്പിച്ചിട്ട് അവിടുന്ന് ഓടും.
ജോയൽ ഓടിപ്പോയി ആലിസിനെ പിടിക്കാൻ നോക്കും. ആലിസൺ വണ്ടി എടുത്ത് ചീറിപ്പായും. പിറകെ ജോയലും വിടാതെ ഉണ്ടാകും. പെട്ടെന്ന് ആലിസന്റെ വണ്ടി വേറെ ഒരു വണ്ടിയിൽ ഇടിക്കും. ഇനി വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആലിസൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോടും. ജോയലും അതുപോലെ അവളുടെ പിറകെ പോകും. ഓടി ഓടി അവസാനം ആലിസൺ ഒരു കുട്ടിയുടെ സൈക്കിളിൽ തട്ടി വീഴും. അതേസമയം ഒരു ബസ് വന്ന് വീണ ആലിസിന്റെ ദേഹത്തൂടെ കയറും. അങ്ങനെ അവൾ അപ്പൊ തന്നെ മരിക്കും. ശേഷം ജോയൽ സെത്ത് വെള്ളം വാങ്ങാൻ പോയ സമയത്ത് ആലിസണും അവനും സംസാരിച്ച കാര്യങ്ങൾ ഓർക്കും. അതിങ്ങനെയായിരിക്കും. ആലിസൺ ഒരു കാസറ്റ് കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന രീതിയിൽ ജോയലിനോട് പറയും, എന്നെ കൊണ്ട് നീ ഈ കാസറ്റ് ഓപ്പൺ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതിലുള്ള കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞുകഴിഞ്ഞാൽ അത് നിനക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാവും. അതുകൊണ്ട് നീ വീട്ടിൽ പോ, ഇതെല്ലാം വിട്ട് കളയും. അപ്പോൾ ജോയൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. ആ ദേഷ്യത്തിലാണ് ആലിസൺ ജോയലിനെ തള്ളി ഇട്ടിട്ട് വേഗം അവിടുന്ന് ഓടിപ്പോയത്. ശേഷം മരിച്ച ആലിസന്റെ പോക്കറ്റിൽ നിന്ന് ജോയൽ ആ കാസറ്റ് ആരും കാണാതെ എടുത്തു. മറുഭാഗത്ത് ലോറയെ കാണാൻ വേണ്ടി ഏഡൻ വരും. ഏഡൻ ലോറയോട്, എനിക്ക് എന്റെ അച്ഛൻ ജോയലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് എന്നൊക്കെ പറയും. അപ്പോൾ ലോറ വാ അകത്തേക്ക് കയറെന്ന് പറഞ്ഞിട്ട് അവനെ അകത്തേക്ക് കയറ്റും. അതിനുശേഷം ഏഡൻ ലോറയോട്, എനിക്ക് ആളുകളെ ആരെയും വിശ്വാസമില്ല. ഞാൻ ഓരോ ആൾക്കാരെയും വിശ്വസിച്ച് എന്റെ സീക്രട്സ് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ മറ്റുള്ളവരോട് ആ സീക്രട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാ പറയാൻ എന്ന് പറയും. അത് കേട്ട് ലോറ, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എന്ത് തന്നെ ആയാലും നിനക്ക് എന്നോട് ധൈര്യമായിട്ട് തുറന്നു പറയാം, ഞാൻ ആരോടും പറയില്ല എന്ന് പറയും. മറുഭാഗത്ത് ജോയൽ ജൊനാഥന്റെ ഓഫീസിൽ പോയിട്ട് ആലിസന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത കാസറ്റ് പ്ലേ ചെയ്യും. അതിൽ ആലിസന്റെയും ജൊനാഥന്റെയും കോൺവെർസേഷൻസ് ആയിരിക്കും. ആലിസൺ ജൊനാഥനോട്, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയതെന്ന്, ഞാനും ഒരുപാട് മണ്ടത്തരം ചെയ്ത് കൂട്ടി എന്നൊക്കെ പറയുന്നതാകും കാണിക്കുക. അപ്പോൾ ജൊനാഥൻ, എല്ലാം ചെയ്തിട്ട് അതിനുശേഷം ഖേദിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ വന്നാൽ ഗിൽറ്റി കൊണ്ട് നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ആലിസൺ, ഈ ചെയ്തതൊന്നും ഓർത്ത് നിങ്ങൾക്ക് ഒരു തരി പോലും ഗിൽറ്റി തോന്നിയിട്ടില്ല എന്ന് ചോദിക്കും. എന്നാൽ ഇല്ല എന്നുള്ള മറുപടിയായിരിക്കും ജൊനാഥൻ പറയുക. ഇത്ര നാളും ഞാൻ കരുതിയത് നിങ്ങൾ എന്നെ എന്റെ കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ചു എന്നാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ കസാൻഡ്ര, ഹാരി, ഇമോജൻ ഇവരെയെല്ലാം കൊന്നത് ജൊനാഥനാണ്. വേറൊന്നുമല്ല, പേഷ്യൻസിനെ അവരുടെ വിഷമം താങ്ങാനാവുന്നില്ല എന്ന് ജൊനാഥന് മനസ്സിലായത് കൊണ്ട് ജൊനാഥൻ ഒരു സീരിയൽ കില്ലറിനെ പോലെ അവരെ കൊല്ലാൻ തുടങ്ങി. എന്നിട്ട് അവരെ താൻ വേദനയിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണെന്നുള്ള ജൊനാഥന്റെ ന്യായീകരണവും. സട്ടന്റെ മരണമാണ് ഇതിനൊക്കെ കാരണം. അവളുടെ മരണം മൂലം ജൊനാഥൻ തന്റെ പേഷ്യൻസിനെ കൊല്ലാൻ തുടങ്ങി. ഇവരെയൊക്കെ കൊന്നിട്ട് ജൊനാഥൻ ആർലോയുടെയും ഫാദർ ഫ്രാങ്കിന്റെയും ഒക്കെ തലയിൽ കെട്ടിവെച്ചു. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ആലിസന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അവൾ കരുതിയത് ജൊനാഥൻ അവളുടെ കേസ് സോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണെന്നാണ്. എന്നാൽ പതിയെ ആലിസന് കാര്യങ്ങൾ പിടികിട്ടി. അപ്പോഴായിരുന്നു ആലിസൺ നേരെ ജൊനാഥന്റെ അടുത്ത് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. പിന്നീട് നടന്നതാണ് ആ കേസറ്റിലുള്ളത്. ജൊനാഥൻ ആലിസനോട് പറയും, വേദനയോടെ ജീവിക്കുന്നതിലും എത്രയോ ഭേദം മരണം തന്നെയാണ്. നിനക്കറിയില്ല എന്റെ പേഷ്യൻസ് ഓരോരുത്തരും എത്ര മാത്രം ഉള്ളിൽ വേദന കടിച്ചമർത്തുകയാണെന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫ്ലവർ വേസ് അത് വൺസ് ബ്രോക്ക് ആയാൽ പിന്നെ എത്ര നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ശരിയാക്കാൻ നോക്കിയാലും ആ ഫ്ലവർ വേസ് പഴയ പോലെ ആകില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ മനസ്സും. എന്റെ പേഷ്യൻസിന് എനിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, ബട്ട് ഒരിക്കൽ അവർക്കുണ്ടായ മുറിവ് മുഴുവനായിട്ട് തെറാപ്പി കൊണ്ട് തുടച്ചു കളയാനാകില്ല. വേദന തിന്ന് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ മരണമാണ്. സോ ഞാൻ അവർക്ക് അവരുടെ സ്ട്രഗിളിംഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല്ലുന്നു. അതിലിപ്പോൾ എന്താ തെറ്റ്? ഞാൻ അവരെ സേവ് ചെയ്യുകയായിരുന്നു. ആലിസൺ പറയും, നിങ്ങൾ ഈ ചെയ്തത് എങ്ങനെ ന്യായീകരിക്കാൻ നോക്കിയാലും കാര്യമില്ല, നിങ്ങൾ ഈ ചെയ്തത് തെറ്റ് തന്നെയാണ്. അന്നേരം ജൊനാഥൻ, നീ പറഞ്ഞു വരുന്നത് ഞാൻ ഈ ചെയ്തതെല്ലാം പോലീസിനോട് പോയിട്ട് പറയണമെന്നാണോ? ഇല്ല, ഒരിക്കലും ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല ജയിലിൽ കഴിയാൻ എന്ന് പറയും. എങ്കിൽ വേറൊരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സൂയിസൈഡ് നോട്ട് എഴുതണം. നിങ്ങൾ ഇന്ന് വരെ കാണിച്ചു കൂട്ടിയ എല്ലാ കുറ്റങ്ങളും അതിൽ എഴുതിയിട്ട് സ്വയം നിങ്ങൾ ജീവൻ ഒടുക്കണം. നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതെല്ലാം നിങ്ങളോട് കൂടി തീരട്ടെ. ആലിസൺ അത്രയും ജെന്യൂൻ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. തെറ്റ് ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നയാൾ. എന്നാൽ അവൾക്ക് ജൊനാഥനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ജൊനാഥനെ അറസ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ജൊനാഥനോട് ചെയ്തതൊക്കെ എഴുതി വെച്ച് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ സീക്രട്സ്, അതായത് ജൊനാഥൻ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളൊന്നും ആരും അറിയില്ല എന്ന് കൂടി ആലിസൺ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞ് ആലിസൺ ജൊനാഥന് ഗണ്ണ് കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഫ്ലവർ വേസിന്റെ എക്സാമ്പിൾ, ശരി
ശരിയാണ്, സട്ടൻ മരിച്ചിട്ട് ഇത്രയായിട്ടും നിങ്ങൾക്ക് അവളുടെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ നീരി നീരി ജീവിക്കുന്നതിലും ഭേദം നിങ്ങൾ മരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ജൊനാഥൻ അവസാനം ആലിസൺ പറഞ്ഞ കാര്യം സമ്മതിക്കും. അങ്ങനെയാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നത്. എന്നാൽ സ്വയം ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് ജൊനാഥന് ഇത്ര നാളും ജോയലിനെ കുറ്റപ്പെടുത്തിയതിൽ സങ്കടം തോന്നിയിട്ട് അവസാനമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ജോയലിനെ വിളിച്ചത്. എന്നാൽ ജോയൽ ആ കോള് കട്ട് ചെയ്തു. ജൊനാഥൻ സൂയിസൈഡ് ചെയ്തതിന് ശേഷം സൂയിസൈഡ് നോട്ടിൽ നിന്നും ജൊനാഥൻ വരച്ച ആ സിമ്പിൾ ഉള്ള പേജ് ഒഴിച്ച് ബാക്കി പേജസ് ഒക്കെ ആലിസൺ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജൊനാഥൻ പേഷ്യൻസിന്റെ കൂടെയുള്ള സെഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാറുണ്ടെന്ന് മാർഗോട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ ജോയലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ജൊനാഥൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസറ്റാണ് ആലിസന്റെ കയ്യിൽ ഇത്ര നാളും ഉണ്ടായത്. ഇതൊക്കെ ജോയൽ കേട്ടോണ്ടിരിക്കുമ്പോൾ ജൊനാഥൻ വന്നിട്ട് അവനോട് ഞാൻ അവരെ കൊന്നത് അവരെ അവരുടെ വേദനയിൽ നിന്ന് മോചിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കും. കസാൻഡ്ര നീലിനെ കൊന്ന സമയത്ത് അവന്റെ ബോഡി എവിടെ വെക്കണമെന്ന് ഐഡിയ ഇല്ലായിരുന്നു. ഓഫീസിൽ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ അത് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ ബോഡി ആരും കാണാതെ ഹൈഡ് ചെയ്യാൻ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ അവളെ കൊന്നത് വേറൊന്നും കൊണ്ടല്ല, അവൾ നീലിനെ കൊന്നു. അവളെ പോലെ ഒരാൾ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യും, സോ ഞാൻ അവളെയും കൊന്നു. അപ്പോൾ ഹാരിയോ എന്ന് ജോയൽ ചോദിക്കും. ഹാരി അത്രക്കും ഡിപ്രസ്ഡ് ആയിരുന്നു. എത്രയൊക്കെ കൗൺസിലിംഗും ട്രീറ്റ്മെന്റും കൊടുത്താലും അത് മാറില്ല, സോ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ അവനെ കൊന്നു. അപ്പോൾ ജോയൽ ശരിക്കും നിങ്ങൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. ജൊനാഥൻ പറയും സട്ടന്റെ മരണത്തിന് ശേഷം എന്തോ ഞാൻ ആകെ മാറിപ്പോയി. ഞാൻ ഓരോ കാര്യങ്ങളും കാണുന്ന രീതി വരെ മാറാൻ തുടങ്ങി. എനിക്കും എന്റേതായ വേദന ഉണ്ടായിരുന്നു. എന്റെ മക്കളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മകൾ എന്നെ വിട്ടിട്ട് പോയി. അവളുടെ വിയോഗം എന്നെ തന്നെ ഇല്ലാതെയാക്കി. എന്റെ സൂയിസൈഡ് നോട്ടിൽ ഉണ്ടായിരുന്ന ആ സിമ്പിൾ എന്തായിരുന്നെന്ന് നിനക്ക് അറിയാമോ? അത് വേറൊന്നുമല്ല, ടൈം ഇസ് നോട്ട് സ്ട്രേറ്റ്. അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. മാതാപിതാക്കൾ എങ്ങനെയാണോ എന്തുപോലെയാണോ അതുപോലെ തന്നെയായിരിക്കും അവരുടെ മക്കളും. നടന്നതൊക്കെ ഇനിയും റിപ്പീറ്റ് ആയി കൊണ്ടേയിരിക്കും. അതായത് ജൊനാഥൻ ഒരു സീരിയൽ കില്ലർ ആണല്ലോ, തന്റെ മക്കളും അതുപോലെ തന്നെയാകുമെന്നാണ് ജൊനാഥൻ പറഞ്ഞു വരുന്നത്. ഇറ്റ്സ് നോട്ട് ഓവർ എന്ന് ആ സൂയിസൈഡൽ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജോയലിനെ അവൻ സാമിനെ ആ പുഴയിൽ വെച്ച് മുക്കി കൊല്ലാൻ നോക്കിയത് ഓർമ്മ വരും. ജോയൽ സങ്കടത്തിലും ദേഷ്യത്തിലും പറയും ഞാൻ എന്റെ ലൈഫിൽ നിങ്ങളെപ്പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹിച്ചത്, എന്നാൽ ഇനി അങ്ങനെ ആവണ്ട എനിക്ക്, കാരണം നിങ്ങൾ അത്രയും മോശമാണ്. അന്നേരം ജൊനാഥൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ജോയൽ ജെന്നിയോട് അവരുടെ അച്ഛൻ ജൊനാഥൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. മറുഭാഗത്ത് ബെല്ല പോളിനോട് ഏഡൻ ജോയലിന്റെയും തന്റെയും മകനാണെന്നുള്ള കാര്യവും പറയും. അതിനുശേഷം ജെന്ന ജോയലിന്റെ റൂമിൽ പോകും. ഇവിടെയാണ് ട്വിസ്റ്റ്. അവിടെ കുറെ കേസറ്റ്സ് ഉണ്ടാകും. അതൊക്കെ എടുത്ത് ജെന്ന കേൾക്കും. അപ്പോൾ അതിലുള്ള കാര്യങ്ങളായിരിക്കും ജോയൽ ഇത്ര കാലം പ്രേതമായിട്ട് കണ്ടത്. അതായത് ജൊനാഥൻ പേഷ്യൻസുമായിട്ടുള്ള സെഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ കേസറ്റ്സ് ഒക്കെയാണ് ജോയൽ എപ്പിസോഡ് 1 ആദ്യമായിട്ട് ആ വീട്ടിൽ വന്നിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരുന്നത്. ഇതിൽ കസാൻഡ്രയുടെ കോൺവെർസേഷനും ഹാരിയുടെ കോൺവെർസേഷനും ആർലോ ജൊനാഥനെ ഉപദ്രവിച്ചതും എല്ലാം ആ കേസറ്റിൽ റെക്കോർഡഡ് ആണ്. ഇതിലെ കാര്യങ്ങളെല്ലാം ഇമാജിൻ ചെയ്തിട്ടാണ് ജോയൽ അവരെയൊക്കെ നേരിട്ട് കണ്ടതെന്ന് ജെന്നിയോടും സെത്തിനോടും ഒക്കെ പറഞ്ഞത്. ജോയലിന് മെന്റലി എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ജെന്നയ്ക്ക് ഉറപ്പാകും. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിൽ ജൊനാഥനെയും ജോയൽ നേരത്തെ ഇമാജിൻ ചെയ്തതാകും. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ ജോയൽ ലോറയുടെ അടുത്ത് പോയിട്ട് കോളിംഗ് ബെല്ലടിക്കും. എന്നാൽ ലോറ ഡോർ ഓപ്പൺ ആക്കില്ല. ഡോർ നോക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടാകും. എന്താ പറ്റിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജോയൽ ലോറയെ വിളിച്ചിട്ട് അകത്തേക്ക് കയറും. പിന്നെ അവൻ നോക്കുമ്പോൾ നേരത്തെ ഏഡനും ലോറയും സംസാരിച്ച ആ റൂമില്ലേ, അവിടെയുള്ള ഫ്ലവർ വേസ് ഒക്കെ പൊട്ടിയിട്ട് നിലത്ത് വീണിട്ടുണ്ടാകും. ശരിക്കും അവിടെ ഒരു ആർഗ്യുമെന്റ് നടന്ന അന്തരീക്ഷമായിരിക്കും. പെട്ടെന്ന് ജോയലിനെ അവന്റെ പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നും. ജോയൽ നോക്കുമ്പോൾ ഉണ്ടാകും ലോറയെ കൊന്നിട്ട് നിൽക്കുന്ന ഏഡൻ. മാർഗോട്ടിനെ കൊല്ലാൻ ഉപയോഗിച്ച അതേ സിക്കിളായിട്ട് ഹിസ്റ്ററി റിപ്പീറ്റ്സ്. ഇവിടെ വെച്ച് ഈ സീരീസ് കഴിയും. സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവരുടെ ഫാമിലിയിൽ ജൊനാഥൻ ഒരു സീരിയൽ കില്ലറാണ്. അവന്റെ മകനാണ് ജോയൽ. അവനും ഇതേ സെയിം ഇഷ്യൂ ഉണ്ട്. സെയിം തന്നെ ഏഡനും. ആ സൂയിസൈഡ് നോട്ടിലെ സിമ്പിളിൽ പറഞ്ഞതുപോലെ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് നോട്ട് ഓവർ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. അപ്പോൾ ഓക്കെ, ബൈ.